ഹലോ, ഇന്നൊരു അഫ്ഗാനി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഒരേ രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കാതെ ഇടയ്ക്കൊക്കെ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ കറിയിൽ പുതുമയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണിത്. പൊറോട്ട, ചപ്പാത്തി, നാനിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോംബോ ആണ് കേട്ടോ ഇത്. നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 800 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഈ സമയത്ത് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയാണ് ഇടുന്നത്. വലുതായതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് വേണ്ടത് ഒരു പിടി മല്ലിയിലയാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പുതിനയില കൂടെ ചേർക്കുന്നുണ്ട്. അടുത്തായിട്ട് വേണ്ടത് കാഷ്യൂനട്ടാണ്. ഞാനിപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് സോക്ക് ചെയ്തെടുത്തതാണ്. 15ഓളം കാഷ്യൂനട്ട് ഉണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഫ്രഷ് ക്രീം വേണമെങ്കിൽ നമ്മൾ അരച്ചില്ലേ ആ സമയത്ത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂണോളം ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇനി ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് ചിക്കൻ മാത്രം എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കനെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യല്ലോ അതേ രീതിയിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഒരു വശം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് കരിയിച്ചെടുക്കരുത്. 2 വശം ഇതേ രീതിയിൽ ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മറുവശമൊക്കെ നന്നായിട്ടൊന്ന് മൊരിയുന്നവരെ ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ 2 വശവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് മാരിനേഷൻ്റെ ബാക്കിയുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. നമുക്ക് എത്രയാണ് ഗ്രേവിക്ക് തിക്നെസ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ചിക്കനൊക്കെ ബാക്കി ഗ്രേവിയിൽ കിടന്നിട്ടാണ് വേവേണ്ടത്. അതുപോലെ തന്നെ ഗ്രേവി ഒന്ന് നന്നായിട്ട് കുക്കായി കിട്ടണം. അപ്പോൾ അത് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനും ഗ്രേവിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിലേക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ അത്യാവശ്യം നല്ല കട്ടിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുകൂടെ ഒന്ന് ലൂസാക്കണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ മല്ലിയിലൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. നമ്മൾ ഓൾറെഡി ആദ്യം അരച്ചപ്പോൾ ചേർത്താണല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ളതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്